ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയ വ്ളോഗ് തുടങ്ങുന്നത് ഈ ഷാർജ അക്വേറിയത്തിൽ നിന്നാണ്. അപ്പോൾ അക്വേറിയം കാണാത്ത എല്ലാവരും ഇവിടെ കമോൺ. Okay, let's go. ഈ അക്വേറിയം വരുന്നത് ഷാർജ അൽഖാൻ ഏരിയയിലാണ്. ഇതിന്റെ എൻട്രി ഫീ എന്ന് പറഞ്ഞാൽ അഡൽട്ട്സിന് 25 ദിർഹംസും കിഡ്സ് അണ്ടർ 12-ന് 15 ദിർഹംസും ആണ്. ഈ അക്വേറിയം കാണാൻ വരുമ്പോൾ തന്നെ ഇതിനോട് ചേർന്ന് ഒരു ചെറിയൊരു മ്യൂസിയം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ വ്ളോഗിൽ നമുക്ക് ഈ അക്വേറിയം അങ്ങ് എക്സ്പ്ലോർ ചെയ്യാം. അടുത്ത വ്ളോഗിൽ ഞങ്ങൾ മ്യൂസിയം ആയിട്ട് വരാട്ടാ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ അക്വേറിയം. ഏകദേശം 1 മണിക്കൂറോളം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് ഇതിനകത്ത്. ഒട്ടും ലാഗ് ചെയ്യിപ്പിക്കാതെ വളരെ ഭംഗിയായിട്ട് ഇവരിത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്നാ അക്വേറിയം കണ്ടാലോ?
അപ്പൊ ഇങ്ങനെ ആക്കാ വെച്ചാൽ പേടിപ്പിക്കും. ഞാനിങ്ങനെ പേടിപ്പിച്ചോടാ. അപ്പൊ അമേസിംഗ് നിന്റെ അടുത്തേക്ക് പറഞ്ഞില്ലല്ലോ. ഇങ്ങനെ ഒറ്റ പേടിപ്പിക്കും. ഞാൻ കാര്യമാണ് ഇത് പാറയായിരിക്കും. ബാക്കിയുള്ളതൊക്കെ എനിക്ക് കുറച്ചുണ്ട്. ആണോ? നോക്കിയതല്ലേ. ഇവിടുത്തെ ഒരു ഏരിയ ഇങ്ങനെ നിയോൺ ലൈറ്റ്സിൻ്റെ പ്രത്യേക ഒരു സെക്ഷനായിരുന്നു. അതിൽ നമ്മുടെ വൈറ്റ് കളറായിട്ടുള്ള ലേസസും അതുപോലെ തന്നെ ഷർട്ടും സോക്സും ഒക്കെ തിളങ്ങുന്നുണ്ടായിരുന്നു. ഈ സെക്യൂരിറ്റി ചേട്ടനാണ് ഞങ്ങൾക്കിതെല്ലാം കാണിച്ചു തന്നത്. അക്വേറിയം ഫുള്ള് കിഡ്സ് ഫ്രണ്ട്ലി ആണ്. ഇതിനകത്ത് ഉടനീളം നമുക്ക് ഇങ്ങനെ വീഡിയോ ഗെയിംസൊക്കെ കാണാൻ പറ്റും. മെയ്സ്, കാർഡ്സ് ഒക്കെ ആയിട്ടുള്ള ഗെയിംസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ഈ ഗെയിമാണ്. ഇതിൽ ഇവർ കുട്ടികൾക്ക് ഓരോ ഷീറ്റ് പ്രൊവൈഡ് ചെയ്യും. അതിനകത്ത് കാണുന്ന സീ അനിമൽസിന് ഇവർക്ക് കളർ ചെയ്യാം. അതിനുശേഷം അവിടുത്തെ പ്രൊജക്ടറിൽ ഇവരിത് പ്ലേസ് ചെയ്യുവാണ് ഒരു സ്കാനർ വഴി. അപ്പോൾ നമുക്ക് അവിടുത്തെ സീയിൽ ഇവരുടെ ഈ അനിമൽസ് ഒഴുകി നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് രണ്ടുപേരും ആവേശത്തിൽ വരയ്ക്കുന്നുണ്ട്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു നമുക്ക് ഇവരുടെ പടമൊന്നും അതിനകത്ത് കാണാൻ. നമുക്ക് കണ്ടോക്കാം. ഇതല്ലേ ബാബു? അപ്പോണല്ലേ? ആ ഇതല്ല. സമുദ്രങ്ങളൊക്കെ ആൾക്കാര് ചപ്പുചവറും കുപ്പിപ്പാട്ടൊക്കെ ഇട്ടേക്കണ്ടില്ലേ? അപ്പൊ അതിനെപ്പറ്റി ഇത്ര നേരം നിങ്ങൾ കണ്ടത് എന്താണ്? അത് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാൻ പല കുപ്പിക്ക് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇത്ര നേരം കണ്ട ഈ ബ്യൂട്ടി നമുക്ക് ഇതുപോലെ തന്നെ ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കേണ്ടിയിരിക്കുന്നു.
ഇവരൊത്തിരി ഡിസ്പ്ലേകൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്കൊരു ബോധവൽക്കരണം തരണം എന്നുള്ള മട്ടിൽ ഒത്തിരി റൈറ്റിങ്സും കാർട്ടൂൺസ് പിന്നെ കുട്ടികൾക്ക് കളിക്കുന്ന രീതിയിലടക്കം ഇവർ ഇതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം തരാനും മറന്നിട്ടില്ല കേട്ടോ. മൊത്തത്തിൽ ഒരു അടിപൊളി ദിവസമായിരുന്നു ഇന്ന്. ഞങ്ങളൊന്നും മിസ്സാക്കാതെ ഒത്തിരി സമയമെടുത്ത് തന്നെ എല്ലാം കണ്ട് കുട്ടികളത് മനസ്സിലാക്കിയാണ് കേട്ടോ വന്നത്. വേസ്റ്റിൻ്റെ കൂടെ പോകുന്ന ചെറാടും വേസ്റ്റും തമ്മിൽ പണ്ടേ ഒരു അഭേദ്യമായ അല്ലെങ്കിൽ എൻ്റെ മോൻ അങ്ങനെ ഒരു വേസ്റ്റ് പോയിന്റ് എടുക്കുന്നത് ഇഷ്ടമല്ല. വീട്ടിലായാലും വേസ്റ്റ് ഉണ്ടാക്കുന്നത് അവൻ തന്നെ. അതിന് ശേഷം ഞങ്ങൾ ഇവനെ എടുത്തിട്ട് ഇതിലേക്ക് ഇടും. ഇവനെ പണ്ടേ വേസ്റ്റ് ബിന്നിലിടുന്ന സമയം കഴിഞ്ഞു. ഇത് വേസ്റ്റ് ഇല്ല, വേസ്റ്റ് ലെസ്. പൈസ ചാഹിയെന്നൊക്കെ. അക്വേറിയം കാഴ്ചകൾ കഴിയുന്നത് ദേ ഇവിടുത്തെ ഈ സൺസെറ്റ് ഫോട്ടോഗ്രാഫിയും കൂടി കഴിയുന്നതോടുകൂടിയാണ്. ഇവരുടെ ഫസ്റ്റ് ഫ്ലോറിൽ ഇങ്ങനെ ഒരു ഏരിയയും കൂടി ഒരുക്കിയിട്ടുണ്ട് നമുക്ക് വേണ്ടിയിട്ട്. കടലും കാണാം, ഫോട്ടോസ് എടുക്കാം. ഞാനും നിങ്ങളെ പോലെ ഒരാളെ പോലെ വെക്കേഷനിൽ നാട്ടിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാത്ത എല്ലാ പാരൻസിനും കുട്ടികളെയും കൊണ്ട് വരാൻ പറ്റിയൊരു സ്പോട്ടാണിത്. അപ്പോൾ വരാൻ എൻജോയ് ചെയ്യാനും മറക്കരുത്. സോ വൺസ് അഗെയിൻ താങ്ക്സ് ഫോർ വാച്ചിങ്. ലാസ്റ്റ് ചേർത്തിരിക്കുന്ന ഞങ്ങളുടെ ഫോട്ടോസ് കാണാൻ മറക്കല്ലേ, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയൊരു ബ്ലോഗ് വീഡിയോ വരുന്നവരെ ബൈ.